ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും ആരോഗ്യവകുപ്പിന് കീഴിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി ലാബ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. DMLT അല്ലെങ്കിൽ BSc MLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലെ യോഗ്യത വരുന്നത്. VHSC MLT ആണ് ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ള അപേക്ഷയുമായി ഫെബ്രുവരി 11 രാവിലെ 10 മണിക്കകം ആശുപത്രി ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി IDDP ഓഫീസിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന നമത് വെള്ളാമി പദ്ധതിയിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ, ഫീൽഡ് കോർഡിനേറ്റർ തസ്തികകളിൽ കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഫെബ്രുവരി 11 രാവിലെ 9:30 കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ തസ്തികയ്ക്ക് അഗ്രികൾച്ചറൽ ബിരുദമാണ് യോഗ്യത വരുന്നത്. പ്രവൃത്തി പരിചയം, ഉയർന്ന യോഗ്യതകൾ എന്നിവ അഭിലഷണീയ യോഗ്യതകളായി പരിഗണിക്കും. പ്രായം 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഫീൽഡ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് +2 VHSC ആണ് യോഗ്യത വരുന്നത്. 10 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ താമസിക്കുന്ന പട്ടികവർഗ്ഗക്കാർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും രേഖകളുമായി അഗളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി IDDP ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് നെല്ലിമേട് ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം ഫെബ്രുവരി 12 നടക്കും. BSc MLT അല്ലെങ്കിൽ DMLT വിത്ത് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനാണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്തിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ഗവൺമെൻറ് ITIയിൽ അരിത്മെറ്റിക് ഡ്രോയിങ് ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒരു ഒഴിവിലേക്ക് ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. നിയമനത്തിനായുള്ള കൂടിക്കാഴ്ച ഫെബ്രുവരി 11 രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഉത്തരമേഖല ട്രെയിനിങ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നടക്കും. ഏതെങ്കിലും ട്രേഡിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് യോഗ്യത. മണിക്കൂർ അടിസ്ഥാനത്തിലാണ് വേതനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 7 സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കായി ഫെബ്രുവരി 11 രാവിലെ 10 മുതൽ 1:30 വരെ അഭിമുഖം നടക്കുന്നുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫോട്ടോ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, ബയോഡേറ്റയുടെ പകർപ്പ് 8 കോപ്പി എന്നിവ സഹിതം രാവിലെ 10 മണിക്ക് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററിൽ നേരിട്ട് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന 5 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്കാണ് നിയമനം. SLC, +2, ഡിപ്ലോമ, ITI, ബിരുദം, ബിരുദാനന്തര ബിരുദം, CA യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻ്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. അഭിമുഖം ഫെബ്രുവരി 11 രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെൻ്ററിൽ നടക്കും. സ്പോട്ട് രജിസ്ട്രേഷനുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 11 രാവിലെ 10 മണി മുതൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ റിലേഷൻഷിപ്പ് മാനേജർ, സെയിൽസ് മാനേജർ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള 22 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് റിലേഷൻഷിപ്പ് മാനേജർ തസ്തികയിലേക്കും 25 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് സെയിൽസ് മാനേജർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും 300
500 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഡെന്റൽ മെക്കാനിക്, സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ നഴ്സിംഗ് അസിസ്റ്റന്റ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 11-ന് ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഡെന്റൽ മെക്കാനിക്കിന്റെ യോഗ്യത +2 DMCയും കേരള ഡെന്റൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 11-ന് രാവിലെ 11:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. സെക്യൂരിറ്റി സ്റ്റാഫായി വിമുക്ത ഭടന്മാരെ, പാരാമിലിറ്ററി ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 11-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.